ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശാസ്ത്രീയ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ശബരിമലയിലെത്തിയത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ 15 സംഘമാണ് പരിശോധന നടത്തുന്നത്. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഇവര് സ്വർണ്ണപ്പാളിയിലടക്കം പരിശോധന നടത്തുന്നുണ്ടോ? ഇപ്പോഴും ആ സംഘം അവിടെ തുടരുകയാണോ? പ്രത്യേകിച്ച് മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലകാലം ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഈ പരിശോധന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം ഭക്തർക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു ദർശനത്തിന് തടസ്സമുണ്ടാക്കുന്ന തരത്തിലല്ല പരിശോധന ക്രമീകരിച്ചിരിക്കുന്നത്. ഉച്ചപൂജയ്ക്ക് ശേഷം 1 മണിയോടുകൂടി നട അടച്ചതിന് ശേഷം മാത്രമാണ് SIT സംഘം ശ്രീകോവിൽ സമീപത്തേക്ക് എത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുള്ളത്. ആ സമയം വരെ ഭക്തർക്ക് ഒരു തടസ്സവും കൂടാതെ ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ഇനി 3 മണി മുതലാണ് ദർശനത്തിന് സമയം തുടങ്ങുന്നത്. ഇനി 3 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള ദർശന സമയമാണ് ഇനി ബാക്കിയുള്ളത്. ആ 3 മണിക്ക് മുൻപ് തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കാനാണ് SIT സംഘം നീക്കം. അത്തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിന്റെ 4 ഭാഗങ്ങളിൽ നിന്നും സ്വർണം ഘടിപ്പിച്ച ലോഹഭാഗങ്ങൾ ശേഖരിക്കും. ഈ സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളും സ്വർണം പൂശിയ ഭാഗങ്ങളുമാണ് നിലവിൽ ശ്രീകോവിലിന്റെ പല ഭാഗങ്ങളിലായി ഉള്ളത്. ഇതിൽ സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ 1998 വിജയമല്യ സ്ഥാപിച്ചതാണ്. ഇത് 24 ക്യാരറ്റ് സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണ്ണപ്പാളികൾ ഘടിപ്പിച്ചത്. എന്നാൽ അത് പിന്നീട് അറ്റകുറ്റപ്പണിക്കായി മാറ്റുകയും അവിടെ ചെമ്പ് പാളിയിൽ സ്വർണം പൂശിയെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കിയ ഒരു ഗുരുതരമായ വീഴ്ചയായി പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതിനാൽ തന്നെ കൃത്യമായ അളവിൽ എത്ര സ്വർണം എവിടെയൊക്കെ എത്ര അളവിലാണ് സ്വർണം പതിപ്പിച്ചത് അല്ലെങ്കിൽ പൊതിഞ്ഞത് എന്ന തരത്തിലുള്ള ഒരു കൃത്യമായ കണക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SIT സംഘത്തോട് ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളിലും സ്വർണം പൂശിയ ഭാഗങ്ങളിലും കൃത്യമായ ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. ആ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 15 അംഗ സംഘമാണ് പരിശോധന നടത്തുന്ന സംഘത്തിലുള്ളത്. ഇതിൽ ലോഹ ശാസ്ത്രീയ പരിശോധനകളിൽ വൈദഗ്ധ്യം നേടിയ ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ആളുകളാണ് ഇപ്പോൾ ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിൽ 4 ഭാഗങ്ങളിലും അതോടൊപ്പം മേൽക്കൂരയുടെ ഭാഗങ്ങളിലും ചെറിയ പാളികൾ അഴിച്ചെടുത്ത് സാമ്പിളുകളായി ശേഖരിച്ച് പരിശോധനയ്ക്കായി മാറ്റുന്നത്. 1 സെന്റിമീറ്റർ വ്യാസത്തിലാണ് സാമ്പിളുകൾ ശേഖരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണപ്പാളികൾ രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മോശം വരുന്ന രീതിയിലല്ല ഈ സാമ്പിൾ ശേഖരണം നടക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. താന്ത്രിക അനുമതിയോട് കൂടി തന്നെയാണ് ഈ നടപടികളൊക്കെ നടന്നു വരുന്നത്. ശ്രീകോവിലിനുള്ളിലെ പരിശോധനയായതിനാൽ ദേവനോട് അനുമതി വാങ്ങണം എന്നൊരു ആചാരം കൂടി ശബരിമലയിലുണ്ട്. ഈ ആചാരത്തിന്റെ ഭാഗമായി തന്ത്രി ദേവന് മുന്നിൽ ആചാരപ്രകാരമുള്ള നടപടികളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് പരിശോധനയ്ക്കുള്ള അനുമതി നൽകിയിട്ടുള്ളത്. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശാസ്ത്രീയമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ ഏറ്റവും കൃത്യമായ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായ ഒരു പരിശോധനയാണ് ഈ വേളയിൽ ശബരിമല സന്നിധാനത്ത് നടക്കുന്നത് എന്ന് വ്യക്തമാണ്. ഈ പരിശോധനയിലൂടെ എത്ര അളവിൽ സ്വർണം കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് സ്വർണം കടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിനും കോടതിക്കുമുള്ള വിശ്വാസം. അത് ആ രീതിയിൽ തന്നെയാണ് സാമ്പിളുകളുടെ ശേഖരണവും ഉറപ്പാക്കിയിട്ടുള്ളത്. നിലവിൽ ഏതായാലും 3 മണിക്കുള്ളിൽ തന്നെ പരിശോധനകൾ പൂർത്തിയാക്കി സന്നിധാനം വിടാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. ഒപ്പം തന്നെ നന്ദു, ഇന്ന് തന്നെ പരിശോധനകൾ പൂർത്തിയായി അന്വേഷണ സംഘം സന്നിധാനത്ത് നിന്ന് പോകുമോ, അതോ ഇനിയും തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ പരിശോധനയ്ക്കായി ഇവർ എത്തുമോ? ചുരുങ്ങിയ ഒരു സമയം മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിന് ശരിക്കും ശ്രീകോവിലിന്റെ അവിടെ പരിശോധന നടത്താൻ അനുമതിയുള്ളൂ. നമുക്കറിയാം 3 മണിയോടുകൂടെ നട വീണ്ടും തുറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനയാണല്ലോ വേണ്ടത്. അപ്പോൾ ഇനിയും അന്വേഷണ സംഘം അവിടെ തുടരാനാണോ തീരുമാനം? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? സാമ്പിൾ ശേഖരിച്ച ശേഷം ശ്രീകോവിലിന്റെ ഭാഗത്തു നിന്നും SIT സംഘം മാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സന്നിധാനത്ത് തന്നെ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സന്നിധാനത്ത് തുടരാൻ സാധ്യതയില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഏതായാലും വളരെ വിശദമായ പരിശോധനയാണ് നടന്നു വരുന്നത്. കാരണം ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് 2019, 2025 അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വീണ്ടും പുനഃസ്ഥാപിച്ച ഈ ദ്വാരപാലക ശില്പത്തിലെ ഏറ്റവും പുതിയതായി അല്ലെങ്കിൽ ഏറ്റവും
ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ പാളി ഇവിടെ പുനഃസ്ഥാപിച്ചത്. ആ പാളിയിൽ നിന്നടക്കം സാമ്പിളുകൾ ശേഖരിക്കുന്നുണ്ട്. ആ പാളിയിലെ സാമ്പിളുകളും അതോടൊപ്പം വിജയമല്യ ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുൻപ് സ്വർണം പൊതിഞ്ഞു എന്ന് പറയപ്പെടുന്ന പഴയ പാളികളിലെ സാമ്പിളുകളും നമ്മൾ ഒത്തുനോക്കുന്നുണ്ട്. ആ താരതമ്യത്തിലൂടെ കൃത്യമായ സ്വർണത്തിന്റെ അളവ് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ച് ശ്രമകരമായ ഒരു ദൗത്യമാണ്. സാമ്പിൾ ശേഖരണം മാത്രമാണ് ഇപ്പോൾ ശബരിമലയിൽ അല്ലെങ്കിൽ സന്നിധാനത്ത് ഇപ്പോൾ നടക്കുന്നത്. സാമ്പിൾ ശേഖരിച്ച ശേഷം ശാസ്ത്രീയ പരിശോധനയ്ക്കായി പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെച്ചായിരിക്കും ഇതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുക എന്നാണ് SIT സംഘം പറയുന്നത്. അത് സന്നിധാനത്ത് വെച്ചാകില്ല എന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും പരിശോധനകൾ പുരോഗമിക്കുകയാണ്. 3 മണിക്ക് മുൻപ് തന്നെ ഈ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നാണ് SIT സംഘത്തിന് മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം 3 മണിയോടുകൂടി തീർത്ഥാടകരെ മേൽപ്പാലത്തിലൂടെ സന്നിധാനത്തേക്ക് ദർശനത്തിനായി കടത്തിവിടും. ആ ദർശനത്തിന് തീർത്ഥാടകരുടെ ദർശനത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത തരത്തിൽ ഈ പറയുന്ന പരിശോധനകളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതിനാൽ അതിവേഗം സാമ്പിൾ ശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശ്രീകോവിലിന്റെ പിൻഭാഗത്തെയും വശങ്ങളിലെയും അതോടൊപ്പം കട്ടളപ്പാളിയിലെയും സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. നിലവിൽ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ഏറ്റവും ഒടുവിൽ പുനഃസ്ഥാപിച്ച ചെന്നൈയിൽ നിന്നും സ്വർണം പൂശി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയുടെ സാമ്പിളാണ് ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സാമ്പിൾ ശേഖരണം കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ പരിശോധന അല്ലെങ്കിൽ സാമ്പിൾ ശേഖരണ പരിശോധന ഏതാണ്ട് പൂർത്തിയായി എന്ന് തന്നെ പറയാം. പിന്നീട് ആ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി ഇവിടെ നിന്ന് മാറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ.